സൂപ്പറായിരിക്കും. കംപ്ലീറ്റ് വിളയും കാടുകളായിരിക്കും. അതാര് എന്ത് സംഭവം എന്ത് പെട്ടെന്ന് മഴ പെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ ഇങ്ങോട്ടിരണോ? ആദ്യമേ സർജ് വീണപ്പോൾ സംശയിക്കണമായിരുന്നു മഴ പെയ്യുന്നുള്ള കാര്യം. എവിടെയോ മഴ പെയ്തിരിക്കും സർജ് വീണ്. ഇപ്പോൾ വണ്ടി എവിടെ ഒതുക്കി വയ്ക്കാം, അവിടെ വയ്ക്കാൻ. അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 105 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണത് ദൈവമേ കത്തോണേ. ബസ് മോട്ടോട്ട് ഒരു മിനിറ്റേ വെയിറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ജോലിക്കിറങ്ങും മുമ്പായിട്ട് ഒന്ന് ദൈവത്തിന് ചോദിച്ചിട്ട് ബസ് മോട്ട് ഇറങ്ങും. ഓക്കെ കത്തോണേ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2, 2024. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 7 മണി ആവാറായി. ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 7 to 10 6 മണിക്കുള്ള കിട്ടിയില്ല. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഗോപ്പർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ആവശ്യമൊന്നുമില്ല. നേരെ പോവാം. ടാറ്റ ആവശ്യപ്പെട്ടി പോയിട്ട് രാമേ. നല്ല പഠിക്കണം. ആക്കിയാ ഭയങ്കര ഉഴപ്പ് വരെ ഇപ്പം. നല്ല പഠിക്കോ? നല്ല പഠിച്ച വശുട്ടി വരുമ്പോൾ ഒരു സൂപ്പർ ഗിഫ്റ്റ് ഉണ്ട്. ശരിയൊക്കെ പോയിട്ടാ ടാറ്റ പോയിട്ട് രാമേ. ഇങ്ങനെ കറുപ്പായി വെളുത്തത് ഞാൻ കറുപ്പായി. ഓക്കെ ബാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് റെഡിയാണ്. പൊളപ്പൻ ലുക്കല്ലേ നമ്മളെ ബൈക്ക്, വേറെ ലെവൽ. അപ്പോൾ ഓക്കെ പോന്നാ. അപ്പോൾ വശുട്ടി പറ ജീവിതത്തിൽ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. പറ ഓക്കെ കമോൺ ക്വിക്ക് സമയക്കൊണ്ടിരിക്കുന്നു. ബാപ്പാ പോയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടേ. ഓക്കെ അങ്ങനെ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ലൈറ്റൊന്നുമില്ല ഇവിടെ, ഫുൾ ഇട്ടായിരുന്നു. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ ബസ് ചെയ്യൂ. കറുപ്പായി വെളുത്തത് ഞാൻ കറുപ്പായി. പൂജപ്പുരം ഒന്ന് 10 മിനിറ്റായി ഓർഡർ അടിക്കണില്ല. എന്ത് ചെയ്യാൻ? പണ്ടൊക്കെ ഉടനെ ഓർഡർ അടിക്കുമായിരുന്നു. ഭയങ്കര മോശം കേട്ടോ. ഇവിടെ പൂജപ്പുരം ആൾക്കാർക്ക് ആഹാരം വേണ്ടേ. ശരി നേരെ അങ്ങോട്ട് പോവാം. എപ്പോഴും പോലെ തന്നെ വഴുതക്കാട് പോകാം. കമോൺ ഗായ്സ്. സംഭവം നല്ല ബ്ലോക്ക് കേട്ടോ. ഇന്ന് പിടിയില്ല. സാറിന് ഇത്ര വരില്ല. ഒരു 50 വണ്ടി കാണും. ഇന്നൊരു 100 വണ്ടിയുണ്ട്. ഇതെന്താ സൗണ്ട്? ബുള്ളറ്റാ? പാത്രമുള്ള സൗണ്ട് പോലെ ടങ് സൗണ്ട് ഉണ്ട്. പാത്രം അടിക്കുന്ന സൗണ്ടാണ്. അങ്ങനെ ബേക്കറി ഞാൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സൂപ്പർ ബിഗ് ബെല്ലി മോമോസ്. വലിയ ഓർഡറാണ്. 83 രൂപ കിട്ടും. ഉള്ള ശരി തന്നെ. ഇതെവിടെ? പനവിളയാ? അപ്പുറത്തിന് ഒരു 500 മീറ്റർ അപ്പുറത്തിന്. ഓക്കെ പോവാന്ന്. സന്തോഷം. ഇങ്ങനെ അടിക്കണം ഓർഡർ ആയി കഴിഞ്ഞാൽ അല്ലേ. ആഹാ എല്ലായിടത്തും ബ്ലോക്ക് ആണല്ലോ. എന്ത് പറ്റിയിരുന്നു? ഏതോ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അതാണ് എല്ലായിടത്തും ബ്ലോക്ക് ആയത്. സുട്ട് നെരുപ്പ് പോലെ പൊട്ടിക്കല്ലമ്മ. ഐ ലവ് മോമോസ്. ബിഗ് ബെല്ലി മോമോസ്. എനിക്ക് റൈറ്റിലാണ് പോകേണ്ടത്. സൂപ്പർ ഷോപ്പല്ലേ. കാണാതെ ലുക്ക് കണ്ട, ക്ലാസ് ലുക്ക്. റീച്ച് ലൊക്കേഷൻ. ഓക്കെ 10 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ബാ ഓക്കെ റെഡിയായി. 8298 അത് തന്നെ. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ് കോഡ്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുവല്ലാണ്. ഇവിടുന്ന് 8.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷെസ്വാൻ ചിക്കൻ സ്റ്റീംഡ് മോമോസ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഒത്തിരി മഴക്കമുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് വരെ സർജ് ഓണായിരുന്നു. ഇപ്പോൾ സർജ് ഓഫ് ആയിട്ടുണ്ട്. നല്ല കടൽക്കാറ്റിന് മണം കേട്ടോ. എവിടെ നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ തമ്പാനൂർ. അവിടെ നിന്ന് കിള്ളിപ്പാലത്ത് നമ്മൾ നേരെ ബണ്ട് റോഡ് കയറി കാലടി പോയി അവിടെ നിന്ന് കൊഞ്ചിറോള കയറി പിന്നെ അമ്പലത്തറ തിരുവല്ലം. ഓക്കെ തിരുവനന്തപുരം സെൻട്രൽ. അന്ന് എങ്ങോട്ട് പോകണം? നേരെ പോകണം ലെഫ്റ്റ് പോകണം? കറക്റ്റായിട്ട് പറ. കൺഫ്യൂസ് ആയിട്ടാ സംഭവം. കുഴപ്പമില്ല. ചിന്ന കൺകൾ നൊടിക്കീരത്. ഇപ്പോൾ ഗോട്ട് സിനിമ ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എന്തായാലും പോയി കാണണം. ഏത് തിയേറ്ററിൽ ബുക്ക് ചെയ്യാം? ARS Plusനെ ബുക്ക് ചെയ്യാം. അതാണ് സൂപ്പർ തിയേറ്റർ ഇരിക്കണതിൽ. നല്ല വലിയ സ്ക്രീനും സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കുറ്റിച്ച് വീണ് ഭയങ്കര ശല്യമായിരിക്കണം. എൻ്റെ അപ്പോൾ ഹെൽമെറ്റ് അടച്ചു വയ്ക്കണം. എങ്കിലും ശരിയാവുള്ളൂ. രാത്രിയാകുമ്പോൾ ഗ്ലാർ അടിക്കും ലൈറ്റിൻ്റെ. അതാണ് ഹെൽമെറ്റ് അടയ്ക്കാത്തത്. ഹെൽമെറ്റ് വൈസർ കുഴപ്പമില്ല. പയ്യപ്പോൾ റോഡ് സൂപ്പറല്ലേ. എന്ത് രസം. പ്ലെയിൻ ആയിരിക്കണം. ഒരൊറ്റ വണ്ടിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എതിരെ ഒരൊറ്റ വണ്ടി വരാൻ പാടില്ല. അപ്പോൾ കൊണ്ടിരിക്കണം. ലാ വിസിൽ പോട്ടെ. പടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിജയുടെ പടം. ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം. പടം എങ്ങനെയാണെന്ന് പിടിയില്ല. കാണുമ്പോൾ അറിയുള്ളൂ. കാരണം ഓരോ പടവും ഭയങ്കര എക്സ്പെക്റ്റിംഗ് ലെവലിൽ നമ്മൾ പോയി കാണും. പക്ഷേ പടം കാണുമ്പോൾ തൃപ്തി കാണില്ല. അതാണ് ലീവൽ സംഭവിച്ചത്. പക്ഷേ ഗോട്ടിൽ അങ്ങനെ വരുന്നതാണ് പറയണത്. പോയി നോക്കാം. എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് കാണും. എല്ലാ പടത്തിലുള്ളതല്ലോ. അപ്പോൾ എത്ര നല്ല പടം എടുത്താലും ചെറിയ നെഗറ്റീവ് കാണുമല്ലോ. എന്തായാലും നമുക്ക് 80 അല്ലെങ്കിൽ 70% പടം ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. സൂപ്പറാ പടം ഹിറ്റാവും. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഹെൽമെറ്റ് അടച്ചു വയ്ക്കാം. ബാ ഓക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എൻ്റെ അമ്മ റോഡ് ഫുള്ള് ചല്ലിയാണല്ലോ. ഇതുവഴി വരണ്ടായിരുന്നു. വേറൊരു വഴി കാണിച്ചു. അതുവഴി വന്നാൽ മതിയായിരുന്നു. അത് 1 കിലോമീറ്റർ ചുറ്റാണ്. എന്നാൽ റോഡ് കൊള്ളാലോ. ചല്ലിയുടെ ഇടയ്ക്ക് സ്ക്രൂ ആണെന്നുണ്ടെങ്കിലേ പൊത്ത് കയറണ്ടായിരുന്നു. എൻ്റെ പഞ്ചറായി പോകും. അങ്ങനെ കുറേ അനുഭവം ഉണ്ടായി കഴിഞ്ഞ 2 മാസമായിട്ട്. ഡബിൾ പഞ്ചറായിരുന്നു. നമ്മളങ്ങനെ തിരുവല്ല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി മാപ്പ് നോക്കിയല്ലേ. ബാ ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റ്, ഷാർപ്പ് ലെഫ്റ്റാണ്. ഇവിടെ നിന്ന് റൈറ്റാ. ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം.
ഓ സൂപ്പർ സ്ഥലമല്ലേ, അടിപൊളിയായിരിക്കും. ആഹാ എന്തൊരു വൈബുണ്ട്. കോവിലൊക്കെ വരുമ്പോൾ പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക ധൈര്യമാണ് അറിയാം നമ്മളെ കൂടെ ഒരാളുണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു പുതിയ ഫീൽ ആയിരിക്കും ഇങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമുണ്ട് കസ്റ്റമർ ലൊക്കേഷൻ. ഓക്കെ കസ്റ്റമർ ലൊക്കേഷൻ എത്തി. ഇവിടെയാണോ? ഇവിടെ അല്ലേ? അതുവഴി ഇങ്ങോട്ട് പോകും വഴി? ഓക്കെ ഓക്കെ വഴി കൊള്ളാമല്ലേ, കുഴപ്പമില്ലല്ലോ. ശരി ശരി ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ കൈമനം പോകും, നേരെ പോയാൽ വന്ന വഴി. നമുക്കൊരു കാര്യം ചെയ്യാം, കൈമനം വഴി പോവാ ബാക്കട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 97 രൂപ 72 പൈസയാണ്. ഇതുവഴി കയറി അബദ്ധമായെന്ന് തോന്നട്ടാ, ഇത് കുറച്ച് ലോങ് ആയിരിക്കണം, വഴിയും കുറച്ച് മോശം തന്നെ. അവിടെ ചെല്ലി, ഇവിടെ ഫുൾ ചെളി. ആഹാ അത് വീടാ കോവില്ല, ദൂരെ നിന്ന് കണ്ടപ്പോൾ കോവിൽ പോലെയാണ്. അത് മെയിൻ റോഡാണോ നേരെ കാണുന്നത്? മെയിൻ റോഡ് വന്നാ ഇവിടെ പറഞ്ഞില്ലല്ലോ, ഇവിടെ മെയിൻ റോഡ്. ഇത് എന്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? കാലയിൽ 6 മണിക്ക് ഓട ആരംഭിച്ചവേ സായങ്കാലം 6 മണി ഓട്ടം നിൽക്കലേ. അതുപോലെ വടിവല്ല കഥ പോലെ. ഓക്കെ എത്തി 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 ഓ ഇവിടെ ആയിരുന്നു. ആ ശരി. പക്ഷെ എൻ്റെ അമ്മ ഇതിന് ആ വഴി പോയാൽ മതി, മര്യാദയ്ക്ക് ഒരു 1/2 കിലോമീറ്റർ ചല്ലിയേ ഉള്ളൂ. ഇത് കുറേ കറങ്ങി. ആഹാ നല്ല പാട്ട്. ഇത് ഇവിടുത്തെ ഏതോ കോൽ ഉത്സവം കേട്ടാ. ഏത് കോൽ ഇവിടെ? ലൈറ്റൊക്കെ സൂപ്പറാക്കണല്ലേ. ആഹാ നല്ലൊരു ഐശ്വര്യമുണ്ട് കാണാം, നല്ല മംഗളകരമായിട്ടുള്ള ഒരു വൈബാണ് ഇപ്പം. കുഞ്ഞുനാളെ സംഗീതം പഠിച്ച ആളായതുകൊണ്ട് എല്ലാ സംഗീതം എനിക്ക് അറിയാം. ചുമ്മാ കോമഡി. കൊള്ളാമെങ്കിൽ ചിരിച്ചാ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും, വേറെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. ഓക്കെ സൂപ്പറായിരുന്നു. ആഹാ മാള് കണ്ട. ഇതൊക്കെ കാണുമ്പോൾ പൊങ്കാലയുടെ ഓർമ്മ വേണം അല്ലേ, ആറ്റുകാൽ പൊങ്കാല. ഓക്കെ നമ്മളങ്ങനെ കരവനെത്തിയിട്ടുണ്ട്. 2ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ടീ മഗ്. ഇത് പുതിയ ടീ മഗ്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. ഇവിടെ വരും, ഈ ലെഫ്റ്റിൽ വരും, റൈറ്റ് അല്ല പറഞ്ഞത്, മാപ്പിൽ റൈറ്റ് കാണിക്കുന്നത് കേട്ടോ. എവിടെ ടീ മഗ് പറഞ്ഞത്? നോക്കട്ടെ നോക്കട്ടെ. അവിടെ തന്നെ ലെഫ്റ്റ് സൈഡ്. ഞാൻ പറഞ്ഞില്ലേ മാപ്പിലാണെങ്കിൽ എവിടെ നിന്ന് അറിയാമോ? ആ ജംഗ്ഷനിൽ സെൻട്രൽ കാണിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും. തണ്ണിയില്ല ഊരുക്കുള്ള കുയിലിങ്ക പാട്ടങ്ങൾ കേപ്പതില്ല. റീച്ച് ലൊക്കേഷൻ. സെൽഫി വന്ന്. മൈക്കിൾ ജാക്സൺ മൂൺ വാക്ക്. സെൽഫി എടുക്കും മുമ്പായിട്ട് നമുക്ക് റെയിൻ കോട്ട് ഇടാം. സൊമാറ്റോയുടെ യൂണിഫോം മസ്റ്റാണ് ഇപ്പം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് അടിക്കില്ല എന്നാണ് പറയണത്. ഫേസ് ആയിരുന്നു കേട്ടോ, യൂണിഫോം വേണ്ടായിരുന്നു. ശരി കുഴപ്പമില്ല. ഓക്കെ ഓർഡർ റെഡി ആയിട്ടില്ല, 7 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. നമുക്ക് റീൽസ് വേണം. അപ്പോൾ റീൽസ് ഉണ്ട്, കുറേ ദിവസമായില്ലേ എൻ്റെ വ്ളോഗ്. ചേ അതെന്തോ കാറാ ഗെയിം. ഇപ്പോൾ ഈ പാട്ടും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അടുത്തത് ഇതേത് പാട്ട്? ഈ പാട്ടും ട്രെൻഡിങ് ആണ് ഇപ്പോൾ, തെലുങ്ക് പാട്ട്. വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളാൾ തള്ള. ശരി തന്നെ ഉടുപ്പൊക്കെ കോരിയല്ലോ. ബിഗ് സ്റ്റെപ്പർ അണ്ടർഗ്രൗണ്ട് മെത്തേഡ്സ്. പൊളിയല്ലേ, മാസ്. അടുത്ത് പരസ്യം. ഇതാര്? അതേ പാട്ട് തന്നെ, തെലുങ്ക് പാട്ട്. അടുത്ത് എന്തോന്നു? ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുഖം കെട്ടുമായിരിക്കും. ശരി കുഴപ്പമില്ല. അടുത്ത് പരസ്യം. ഇതെന്തോ തീറ്റിയാ? മാറ്റ്. എന്താ പറയണം? അടുത്ത് കാട് മാൻ റോഡ്. അടുത്ത് പരസ്യം. ചീംസിൻ്റെ കോമഡി. അടുത്ത് ഒന്നുമില്ലേ? എല്ലാം എന്തോ പരസ്യങ്ങളോ. ഇപ്പോൾ ശരിക്കും പരസ്യമില്ലേ ഷോർട്സിനകത്ത്? മതി ഒന്നുമില്ല. ബാക്കടി. ഓക്കെ ഫുഡ് റെഡിയായി. ഫുഡല്ല ചായ റെഡിയായി. ഇപ്പോൾ എടുക്കാം ചായ ആൻഡ് വട. 5 for 1 night. ഓക്കെ ശരി. ഈ സൈഡിലൊന്ന് വയ്ക്കാം, പിന്നെ ഇവിടെ ഒന്ന് വയ്ക്കാം. ഓക്കെ സേഫാണെന്ന് തോന്നണം. പേക്കഡ് ഓർഡർ കോഡ്. ഇവിടെ ഒന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, പിന്നെ ഓർഡർ അടിച്ച്, പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് റെഡിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തം 1/2 മണിക്കൂർ പോയി. ഓക്കെ പോന്നാ, ബാക്കിൽ വണ്ടി ഉണ്ടല്ലോ. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്തമംഗലാണ്. ഇവിടെ നിന്ന് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബെറിറ്റോ റാപ്പ് കോംബോ ആൻഡ് കോൾഡ് കോഫിയാണ്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ഇത് 2ാമത്തെ ഓർഡറാണ്. ഡിലേ ആവണം, എന്ത് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ജഗതി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ഭയങ്കര ഡേഞ്ചറായ ഏരിയയാണ്. ബോംബിനേക്കാളും വലിയ ആയുധമാണ് അത്. എവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്നാണ് പറഞ്ഞത്, മരത്തിൻ്റെ മോളിൽ നിന്ന്. യാതൊരു നിമിഷം മോളിൽ നിന്ന് വീഴുന്നു പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ കയ്യില്ല, കാക്കയുടെ കയ്യിലാണ്. കുറച്ച് നേരം അടക്കി പിടിച്ചിരുന്നാൽ നമ്മളിപ്പം പോകും. അതിനുശേഷം നീ എന്ത് വേണം ചെയ്തോ. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കാൻ ജോലിക്ക്. കാക്കേ കൂടെ വിടെ കുറച്ച് നേരം നീ മിണ്ടാതിരി. പെട്ടെന്ന് സിഗ്നൽ ഇടണ പേടിയാക്കണം ഓരോ നിമിഷം അവിടെ നിൽക്കുമ്പോൾ. കുഞ്ഞിന് തീറ്റ നീ കൊടുക്കാൻ ഇപ്പം നീ ഇവിടെ നിൽക്കണ്ട. ഓക്കെ അങ്ങനെ കാക്കയുടെ എസ്കേപ്പ് ആയിട്ടുണ്ട് നമ്മൾ. രക്ഷപ്പെട്ട്. ജഗതി വരുമ്പോഴൊക്കെ നെഞ്ചിനകത്ത് അടിയാണ്. ടപ്പ്. നമ്മളങ്ങനെ ശാസ്തമംഗലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ 2 വഴിയുണ്ട്. ഓക്കെ മംഗളം ലൈനാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരു 210 മീറ്റർ ദൂരമേ ഉള്ളൂ. മംഗളങ്ങൾ വാരിക്കോരി തരുവാൻ നമുക്കില്ല.
എല്ലാ പാട്ടും പൊട്ടത്തിട്ടല്ലേ പാടണല്ല. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റാ. ലീലേ അത് ലീല ശരള. കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹലോ സൊമാറ്റോ ആണേ. ശരി. ചെറിയൊരു മഴക്കോളുണ്ടല്ലോ, കാർമേഘം ഉണ്ട്, മഴ പെയ്യും എന്തോ. ക്യാഷാണോ ഗൂഗിൾ പേ ആണോ? ക്യാഷാണോ? ക്യാഷാണല്ലോ. ഓക്കെ തരാം, ഒരു മിനിറ്റ്. ഓക്കെ, കോൾഡ് കോഫി ജ്യൂസ് ഇതും കൂടിയേ. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 59 രൂപ 10 പൈസയാണ്. 10 പൈസ വേണ്ടായിരുന്നല്ലോ, 59 മതിയായിരുന്നു. അടുത്ത ഓർഡർ അടിച്ച് സൂപ്പർ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, നിൽക്കാതെ എങ്കിലും ഒരു രസമുള്ളൂ അല്ലേ. ചുമ്മാ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് അടുത്തേനെ. വാ പോവാം, സൂപ്പർ. കമോൺ കൊയ്ക്ക്. മംഗളങ്ങൾ വാരിക്കോഴി, കോഴിയല്ല കോരി. മംഗളങ്ങൾ വാരിക്കോരി ചമയാം നമുക്കില്ല ലൈലില്ല സരള. പയ്യന്മാർ കളത്തി വിട് നോക്കിയോ. എനിക്ക് മംഗള ലൈൻ കേട്ടപ്പോഴേ ആ പാട്ട് ഓർമ്മ വന്ന് പാടി. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പാട്ട് വന്നാൽ പാട് നമ്മൾ. അങ്ങനെ ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായ. ഇതെന്താ കിടക്കിടക്കിനെ റീച്ച് ലൊക്കേഷൻ റെഡിയായ. ഇതെന്തോ ടാപ്പ് കാണിക്കില്ല. റീച്ച് ലൊക്കേഷൻ കോഡ്. ഓക്കെ, 4 മിനിറ്റാ വെയിറ്റ്. ഓക്കെ റെഡിയായി. ബാ 3903 3903 അതെയല്ലോ. ഓക്കെ ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേടാണ്. ഇവിടുന്ന് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ചിക്കൻ പരട്ടാണ്, ചപ്പാത്തിയാണ്. ചിക്കൻ പരട്ട് ചപ്പാത്തി കേൾക്കുമ്പോൾ കൊതിയാണല്ലേ. ഇപ്പോൾ ലൈറ്റായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചായയോ കടിയോ കഴിക്കാം. നമ്മളങ്ങനെ വലിയ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ LAPG ഗ്യാങ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. LAPG ഗ്യാങ് നമ്മളൊരു പടയാണല്ലേ, ആർമി. അന്നൊരു കാക്കത്തൂരിപ്പോൾ തന്നെ 10 പേരൊന്ന് സഹായിക്കാനായിട്ട്. 10 പേരല്ല 2 പേര്, കൂടുതൽ കൂട്ടി പറയാതാ. വന്നല്ലോ 2 പേരും അല്ലേ, അത് തന്നെയാണ്. അപ്പോൾ അത് ആർമി ഇല്ല അതൊക്കെ. അതുകൊണ്ട് LAPG ഗ്യാങ് പറഞ്ഞത് ഗ്യാങ്സ്റ്റർ, സിംഗിളാ പോന്ന മോൺസ്റ്റർ. ഇതൊക്കെ KGF ഡയലോഗാണ്, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഒരു കോമഡിക്ക് വേണ്ടിയിട്ട്, ഇത്ര തന്നെ. ഓക്കെ, അങ്ങനെ കുണ്ടമൻ കടവ് പാലാത്തിയിട്ടുണ്ട്. ലൈറ്റായിട്ട് വിശപ്പ് കൂടുന്നുണ്ടോ എന്ന് സംശയം. അത് ഈ ദോശയുടെ ചമ്മന്തി മണം അടിക്കുമ്പോഴേ വിശപ്പ് കൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാപ്പ് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 450 മീറ്റർ ദൂരമേ ഉള്ളൂ അടുത്തിന്. സൂപ്പർ ആയിരിക്കും, കംപ്ലീറ്റ് വിളയും കാടുകളായിരിക്കും. അതാര് എന്ത് സംഭവം എന്ത് അവൻ ആരോ പേടിച്ച് ഓടണം, ഞാൻ അവനെ പേടിച്ച് ഓടണം. കഷ്ടം. ഇവിടെ വേറെ കുറേ പട്ടികളുണ്ടാ. ഇവരെ പേടിച്ച് ഓടിയാണ്. അങ്ങനെ പണ. ഓക്കെ, ഇവിടെ അല്ലേ ക്യാഷ് 250. ഗൂഗിൾ പേ ആണോ ക്യാഷാണോ? ക്യാഷാണോ? ഓക്കെ, വേറെ ഒന്നുമില്ല. ഡ്രിങ്ക്സ് ഒന്നും ചിലപ്പോൾ മറന്നു, ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ. ഓക്കെ ശരിയാണ്. സെൽഫിയാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 61 രൂപ 15 പൈസയാണ്. ഇപ്പോൾ പുള്ളിക്കാർ തന്ന എമൗണ്ട് 530 ആണ്. ഞാൻ തിരിച്ച് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 280 കൊടുത്തെന്നാണ്. അത് 20 കുറവുണ്ടായിരുന്നു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല. പെട്രോൾ അടിക്കാൻ 110 അടച്ചിട്ടുണ്ടേ. ഫോൺ പേയിൽ നിന്ന് 110 അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ലല്ലോ. വേറെ ഒരു വിഷയമില്ല, സന്തോഷമായിട്ട് പോകും. നേരെ തിരുമല പോകാം. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യേണ്ടത്. ഫുൾ ഇറക്കമാണ്. അവിടെ നിന്ന് വണ്ടി സ്പീഡിൽ വരും. നമ്മളതുകൊണ്ട് മാക്സിമം വണ്ടികളെല്ലാം പോയതിനു ശേഷം നമുക്ക് പയ്യെ ക്രോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പയ്യെ കയറാന്നാ. കാറ് പറഞ്ഞു ദൂരെ നിന്ന് അവൻ നിൽക്കുമോ, സ്പീഡ് പറഞ്ഞില്ല, ഇറക്കമല്ലേ. ബാക്കിൽ നിന്ന് ജീപ്പ് പറഞ്ഞു. ബാക്കിൽ നോക്കണം, ഫ്രണ്ടിൽ നോക്കണം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ടൈം കഫേ സർജുണ്ട്. കൊള്ളാം, സൂപ്പർ. റീച്ച് ലൊക്കേഷൻ റെഡിയായി. കൊള്ളാലോ. 9136 പിന്നെ പിക്ക്ഡ് ഓർഡർ കോഡ്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആലപ്പുറമാണ്. ഇവിടെ കറക്റ്റ് 750 മീറ്റർ ദൂരമുള്ള അടുത്താണ്. കൊണ്ടുപോകുന്ന ഐറ്റം റുമാലി റൊട്ടി, അൽഫാം ആൻഡ് ചിക്കൻ ഷവർമയാണ്. ഇപ്പോൾ 4ാമത്തെ ഓർഡറാണ്. മിക്കവാറും ഇൻസ്റ്റൻ്റ് അടിച്ചാണ് 100 രൂപ. എന്തോ കുഴി നടുക്കൊണ്ട് വെച്ചിരിക്കുന്നത് പ്രാന്തന്മാർ തന്നെ. അവിടെ ഓടയുണ്ടല്ലോ, അതാണ് അങ്ങനെ ഇട്ടിക്കണത്. അടുത്ത കുഴിയാ. പയ്യ ഇറക്കമാണെന്ന് പറഞ്ഞ് സ്പീഡിൽ വരാൻ പാടില്ല. ബമ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാടി തെറിച്ച് പോകും ലാസ്റ്റ്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ്. ഇതെന്ത് പട്ടികൾ ശരിക്കും ഉണ്ടല്ലോ. പയ്യെ പോയാൽ കുഴപ്പമില്ല, സ്പീഡിൽ പോയാൽ ഓട്ടിക്കും. ഓക്കെ, ഞാൻ പയ്യാണ് പോയത്, പിന്നെ ഓടിച്ചില്ലല്ലോ. പറയാൻ പറ്റൂല, പയ്യെ പോയാലും ഓട്ടിക്കും, നിന്നാലും ഓട്ടിക്കും. ഇവിടെ നിന്ന് ലെഫ്റ്റാ, കുത്തുകയറ്റാണല്ലോ. അയ്യോ ഇത് ശബരിമലയാ. 750 മീറ്റർ എന്ന് പറഞ്ഞു. ഈ കയറ്റം കയറി ഇറങ്ങുമ്പോൾ തന്നെ 7 കിലോമീറ്റർ പോയാൽ അത്രയ്ക്ക് പെട്രോൾ പോകും. ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ്. ലൊക്കേഷൻ വന്നാച്ച് ഇങ്ങെയോ താൻ വീട് ഇരിക്ക്. എപ്പടി കണ്ടുപിടിക്ക? ഇതിൽ ഏതോ ഒരു വീടാണ് പറഞ്ഞത്. റീച്ച് ലൊക്കേഷൻ, കോൾ കസ്റ്റമർ. അവിടെ അല്ലേ, ഇവിടെ അല്ലേ? ഓക്കെ, ആര് കിടന്ന് കുറയ്ക്കണം ചുമ്മാ ആവശ്യമില്ലാതെ. ഞാൻ കള്ളനോ തീവ്രവാദി അല്ല, മനുഷ്യനാണ്.
അപ്പോൾ വന്ന വഴി തിരിച്ച് പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 20 രൂപ പ്ലസ് 25 രൂപ സർജുണ്ട്. മൊത്തം 45 രൂപ ഉണ്ട്. ഓക്കെ. ആ ശരി ഞാൻ പുതിയത്, നീ പഴയത്, നിൻ്റെ അരി അത്, ഞാൻ പുതിയ ആൾ. നീ അവിടെ കിടന്ന് കുറയ്ക്കും, വെളിവാ, അപ്പോൾ അറിയാം നീ കുറയ്ക്കോ ഇല്ല എന്നുള്ളത്. ചുമ്മാ ഒരു ഫണ്ണ്. പെട്ടെന്ന് മഴ പെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഇങ്ങോട്ടിടണോ? ഇടാം. മഴ ഇപ്പോൾ ഇടുമായിരിക്കും, ചെറിയ മഴ തന്നെ. പയ്യെ പോവാം, കുഴപ്പമില്ല. ആഹാ, ഗ്ലൗസ് ഊരിക്കണോ? ഇരിക്കട്ടല്ലേ. ആഹാ, ആദ്യമേ സർജ് വീണം സംശയിക്കണമായിരുന്നു മഴ പെയ്യുന്നുള്ള കാര്യം. എവിടെയോ മഴ പെയ്തിരിക്കും, സർജ് വീണ്. ഇങ്ങോട്ടുള്ള മഴ പെയ്തില്ലായിരുന്നു, അതാണ്. ശരി, കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തൊക്കെയാണ് ചെറിയ മഴ തന്നെ. ഒരു 50 ലിറ്റർ മഴ, അത്ര തന്നെ. അത് 50 ലിറ്റർ സുധീഷേ, ചുമ്മാ പറയുന്ന ഒരു കണക്കിന്. ഓക്കെ, നമ്മൾ അഗൈൻ തിരുമല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ആഹാ, റോഡൊക്കെ നനഞ്ഞേട്ടാ നല്ല പോലെ. ഇപ്പോൾ വണ്ടി എവിടെ ഒതുക്കി വെക്കാം, അവിടെ വയ്ക്കാൻ. ശരി, നമുക്ക് ഇങ്ങോട്ട് പോയിക്കാം. എന്തായാലും നനയണ്ട. എന്തായാലും അടുത്ത ഓർഡർ അടിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോയിക്കാം. HDFC ബാങ്ക് വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പറായി ഉണ്ടോ, സ്റ്റൈലിഷ് സ്പോർട്സ് ബൈക്ക് പോലെയാണ്. ഓക്കെ, മഴയൊക്കെ വിട്ടിട്ടുണ്ട്. ചെറിയ മഴ പറഞ്ഞില്ലേ, കുറച്ചേ പെയ്യുള്ളൂ. ഒരു 30 ലിറ്റർ മഴ പൂജപ്പുര, ബാക്കി 20 ലിറ്റർ മഴ തിരുമലയിൽ. അങ്ങനെയാണ് പെയ്യണത്. ശരി, ഇപ്പോൾ എങ്ങോട്ട് പോകാം? ഓർഡർ അടിക്കില്ല, നേരെ പൂജപ്പുര പോയാലോ. മണിപ്പോൾ 9:30 മണിയായി. ഇനി ലാസ്റ്റ് 15 മിനിറ്റ് സമയമുണ്ട്. ഈ 15 മിനിറ്റിൽ ഓർഡർ അടിച്ച് നമുക്ക് നേരെ അങ്ങോട്ടിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ പോകാം, അത്ര തന്നെ. ഓക്കെ, നേരെ വീട്ടിൽ പോകുന്ന. മണി 10 ആവാറായി. ഓർഡർ അടിക്കുന്നില്ല, വിശക്കണ്. നേരെ പോയി ആഹാരം കഴിച്ച് നേരത്തെ ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കണക്ക് പറയണ്ടേ. അപ്പോൾ ഇന്ന് കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 237 രൂപ 97 പൈസ ഓർഡർ ആണ്, പ്ലസ് 25 രൂപ സർജ്, പ്ലസ് 100 രൂപ ഇൻസെൻറ്റീവ്. എല്ലാം കൂടെ മൊത്തം 362 രൂപ 97 പൈസ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. 4 ഓർഡർ അടിച്ച് ഇൻസെൻറ്റീവ് അടിച്ച് നാളെ അവിടെ നേരത്തെ ഇറങ്ങാം. 6 to 10 രൂപ ഒരു 500 രൂപ കെട്ട് കയ്യിൽ. ഓക്കെ, വീടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചൂട് ദോശയാണ്. എനിക്ക് ദോശ കിട്ടി. അടുത്ത ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ആൻറ്റി മിളകായ്പൊടി. അപ്പോൾ കഴിക്കാനാ എനിക്കൊരു 5 ദോശ വേണം. 5 എന്ന് പറയുമ്പോൾ അതിലൂടെ 10 ചേർക്കണം. 15 ദോശ. എനിക്കൊരു 5, 6, ഒരു 7 ദോശ മാക്സിമം. അത്ര നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതിനോട് വേറെ വേണം? ചമ്മന്തി ഉണ്ടോ? ഒന്നുമില്ല, ദോശ മുളകി മാത്രമേ ഉള്ളൂ. ഇത് മതി, വേറെ എന്ത് വേണം? അപ്പോൾ കഴിക്കാൻ വിശക്കുള്ളൂ. അടുത്ത ദോശ ഒന്നാ സൂപ്പർ ഡബിൾ ഡമാക്ക. ഇത് വലിയ പീസ് എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് വാഹാ സൂപ്പർ. അയ്യോ, മുട്ട വാങ്ങാൻ മറന്നുപോയി. ഇപ്പോൾ ദോശയുടെ കൂടെ ഒരു ഓംലെറ്റ് മസ്റ്റായിരുന്നു. അപ്പോൾ ഇവർ പറയാൻ വിട്ടുപോയി, ഞാൻ മറന്നുപോയി. ശരി, കുഴപ്പമില്ല, നാളെ വാങ്ങിയാൽ. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? അടുക്കള വെച്ച് എന്തോ ഇത്രയും മുളക് പൊടിയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, തൊട്ടൊക്കെ നിൽക്കണം. എന്താ